الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച റബ്ബ് നമുക്കെന്തിനു വേണ്ടിയാണോ ഈ ദുനിയാവ് നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയും പ്രാവർത്തികമാക്കിയും പ്രാർത്ഥിച്ചും ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണോ പടച്ചറബിൻ്റെ മാർഗദർശനം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവിടെയെല്ലാം നമുക്ക് സമാധാനവും നിർഭയത്വവും സന്തോഷവുമായിരിക്കും ഉണ്ടാവുക. ഏതൊക്കെ മേഖലയിൽ പടച്ചറബിൻ്റെ മാർഗദർശനത്തെ പിന്തുടരുന്നില്ലയോ, അതിനെ ശ്രദ്ധിക്കുന്നില്ലയോ, അവിടെയെല്ലാം നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് ഉണ്ടാവുക എന്ന് എല്ലാ ആഴ്ചയിലും ഉത്ബോധനം കേൾക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വരും. ആ മാർഗദർശനത്തെ ആരാണോ പഠിക്കുന്നത്, ആരാണോ പ്രാവർത്തികമാക്കുന്നത്, അതിനെ ആരാണോ ഗൗരവമായി തിരിച്ചറിയുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ പ്രയാസപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. എന്നാൽ പടച്ചറബിൻ്റെ മാർഗദർശനത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളയുന്നത്, അതിനെ ആരാണോ ഗൗരവമായിട്ട് കാണാത്തത്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളങ്ക, പടച്ചറബിൻ്റെ മാർഗദർശനത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ളങ്ക, അവൻക്ക് ഇടുങ്ങിയ കുടുസായ ജീവിതമായിരിക്കും ദുനിയാവിലും മരണാനന്തര ജീവിതത്തിലും
അവനുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. ഏതൊരു മേഖലയിലും ഇത് തന്നെയാണ് അതിൻ്റെ പരിഹാരം. ഇതാണ് പടച്ചറബിന്റെ നിർദ്ദേശം. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്ന ഗൗരവമേറിയ മുന്നറിയിപ്പും ഈ ആയത്ത് തന്നെയാണ്. ജീവിതത്തിന്റെ ഏത് മേഖലകൾ പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം പടച്ചറബിന്റെ വിധിവിലക്കുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. പ്രത്യേകം നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രവാചകന്റെ കുടുംബത്തിൽ വലിയ മാതൃകയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും ഇങ്ങനെ തുടങ്ങിയിട്ട് കുടുംബത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിഹാരമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രവാചകന്റെ കുടുംബജീവിതത്തിൽ ആയിഷ ബീവി പറയാണ്, ജീവിതത്തിൽ എനിക്ക് അസൂയ തോന്നിയത് ഒരേ ഒരാളോട് മാത്രമാണ്. ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഖദീജ എന്ന് പറയുന്ന പ്രവാചകന്റെ ഭാര്യയോടായിരുന്നു എനിക്ക് വല്ലാത്ത അസൂയ തോന്നിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ ഇടക്കിടക്ക് പുകയ്ത്തുമായിരുന്നു. ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, എന്തിനാ നബിയെ ഇങ്ങനെ ഖദീജയെ ഇങ്ങനെ പുകയ്ത്തിക്കൊണ്ടിരിക്കുന്നത്? സുന്ദരിയായ ചെറുപ്പക്കാരിയായ കന്യകയായ ഞാനില്ലേ നിങ്ങൾക്ക് എന്ന് ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ഇല്ല ആയിഷ, ഖദീജയെപ്പോലെയുള്ള ഒരു പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകിയിട്ടില്ല. ജനം എന്നെ കള്ളനാക്കിയപ്പോൾ അവൾ എന്നിൽ വിശ്വസിച്ചു. ജനം എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അവൾ എന്നെ ചേർത്ത് വെച്ചു. ദരിദ്രനായിരുന്നു ഞാൻ. എന്റെ ദാരിദ്ര്യത്തെ ചേർത്ത് വെച്ച് എനിക്ക് താങ്ങും തണലുമായത് എന്റെ ഖദീജയാണ്. ഖദീജ റളിയല്ലാഹു വിവാഹവുമായി ബന്ധപ്പെട്ട് കാണാം, ഖദീജയെ വിവാഹം കഴിക്കാൻ ധാരാളം ആളുകൾ, പ്രമാണിമാർ ആഗ്രഹിച്ചിരുന്നു. മൂന്നാമത്തെ വിവാഹമാണ് ഖദീജയുടേത്. പ്രമാണിമാരെല്ലാം വന്ന് ഖദീജയോട് വിവാഹം അന്വേഷിച്ചു. പക്ഷേ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ഭർത്താവായി സ്വീകരിച്ചത്. പ്രമാണിമാര് പറയാൻ തുടങ്ങി, അനാഥനും ദാരിദ്ര്യവുമുള്ള മുഹമ്മദിനെയാണോ ഖദീജ സെലക്ട് ചെയ്തത്? ഖദീജയ്ക്ക് എന്തു പറ്റി എന്ന് ആ പ്രമാണിമാരായ ആളുകളെല്ലാം പറഞ്ഞപ്പോൾ അവരെയെല്ലാം ഖദീജ റളിയല്ലാഹുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ഖദീജയുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ഖദീജ പറയുന്നൊരു മറുപടിയുണ്ട്, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മുഹമ്മദ് ആകുന്നു എന്ന് ഏറ്റവും വലിയ കോടീശ്വരൻ, ഞാനിന്ന് ഏറ്റവും പാവപ്പെട്ടവളാകുന്നു എന്ന് തന്റെ സമ്പത്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചുകൊണ്ട് ഖദീജ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറു നിസാഇഹാ മറിയം വഖൈറു നിസാഇഹാ ഖദീജ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ലോകത്തെ സ്ത്രീകളിൽ ഏറ്റവും ഖൈറായ പെണ്ണ് മറിയമാണ്. ആ മറിയമിനോട് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഖൈറു നിസാഇഹാ ഖദീജ, ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും മാതൃകയാണ്, ഖൈറാണ് ഖദീജ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ജീവിതത്തിൽ എന്തെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ രക്ഷിതാക്കളോടും അതേപോലെ വിവാഹം കഴിച്ചവരോടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരോടും ഭാര്യയോടും ഭർത്താവിനോടും മുഴുവൻ ആളുകളോടും ഏറ്റവും ശ്രേഷ്ഠതയുള്ള പെണ്ണ് ഖദീജയാണ് എങ്കിൽ ഖദീജയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ഗൗരവമാണ് എന്നും
നമ്മുടെ ജീവിതം എത്രമാത്രം അതുമായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചരിത്രത്തിൽ കാണാൻ സാധിക്കും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിന്റെ തുടക്കത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിലേക്ക് പ്രവേശിക്കുകയും അവിടെ ദിവസങ്ങളോളം കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഖദീജ ഒരിക്കൽ പോലും പറഞ്ഞില്ല, നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ ആയിപ്പോയത്, ഇതൊന്നും ശരിയല്ല എന്ന ഒരു വാക്ക് പോലും ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ല. മാത്രമല്ല 642 മീറ്ററാണ് ജബലന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ ഉയരം. അതിൽ നിന്ന് 20 മീറ്ററോളം ചെങ്കുത്തായ വഴിയിലൂടെ തായോട്ടിറങ്ങിയിട്ട് വേണം ഹിറാ ഗുഹ എന്ന് പറയുന്ന ഗുഹയിലേക്ക് എത്താൻ. ഒരു നല്ല ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നവിടെ പോകുവാനുള്ള സ്റ്റെപ്പുകളും വഴികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഹിറാ ഗുഹയിലേക്ക് കയറിപ്പോവണമെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ വേണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഭക്ഷണപാത്രവുമായി ആ വൃദ്ധയായ മാതാവ് തന്റെ ഭർത്താവിന് ഭക്ഷണം നൽകാൻ പോകുന്ന ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കും, സഹായത്തിന് പോലും ഒരാളെയും കൂട്ടിയില്ല. എന്റെ ഭർത്താവിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്റെ ബാധ്യതയാണ്, അത് ഞാനാണ് എത്തിച്ചു കൊടുക്കേണ്ടത്, അത് ഞാൻ മാത്രം ചെയ്യേണ്ട പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം ആ ജബലന്നൂർ എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് കയറിയിട്ട് തന്റെ ഭർത്താവിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്ന മനോഹരമായ ചരിത്രമാണ് ഖദീജയിൽ നിന്നുണ്ടാവുന്നത്. തീർന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി. നമുക്കൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസം വന്നാൽ, എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ, എന്തെങ്കിലും ടെൻഷനുകൾ വന്നാൽ നമ്മൾ ആരിലേക്കാണ് പോവാറുള്ളത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്തൊരു പ്രതിസന്ധി സമയമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി അഭിമുഖീകരിക്കേണ്ടി വന്ന സന്ദർഭം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ എന്ന കൂട്ടുകാരന്റെ അടുക്കലേക്കായിരുന്നില്ല പോയിരുന്നത്, വേറെ ഏതെങ്കിലും ആളുകളുടെ അടുക്കലായിരുന്നില്ല പോയിരുന്നത്, മറിച്ച് ഖദീജ എന്ന് പറയുന്ന ഭാര്യയുടെ അടുത്തേക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത്രയോളം ചേർത്ത് വെക്കുമായിരുന്നു, അത്രയോളം പ്രയാസങ്ങൾക്കുള്ള പ്രതിസന്ധിയും അതേപോലെ കൺകുളിർമയും നൽകിയിരുന്നു ഖദീജ എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഖദീജയുടെ അടുക്കലേക്ക് പോയി തന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയുന്ന സമയത്ത് സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് പറയുമ്പോൾ പ്രവാചകനെ പുതപ്പിട്ട് മൂടി പ്രവാചകനെ ചേർത്ത് വെച്ച് അവിടെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഖദീജ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് വല്ലാത്ത പ്രതിസന്ധിയുണ്ട്, ഞാൻ ആകെ ബേജാറിലാണ് എന്ന് പറയുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? കല്ലാ, വേണ്ട, അബ്ശിർ, നിങ്ങൾ സന്തോഷിക്കുക, ഫവല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ, അല്ലാഹുവാണേ സത്യം, ഒരിക്കലും അല്ലാഹു താങ്കളെ കൈവടിയുകയില്ല. ഫവല്ലാഹ്, അല്ലാഹുവാണേ സത്യം, ഇന്നക ലതസിലുർ റഹിം, താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്, വതസ്തുഖുൽ ഹദീസ്, സത്യം പറയുന്നവനാണ്, വതഹ്മിലുൽ കല്ല്, ഭാരം ഇറക്കി വെക്കുന്നവനാണ്, ഭാരം വഹിക്കുന്നവനാണ്, വതക്സിമുൽ മഅദൂം, ആവശ്യക്കാർക്ക് ഭക്ഷണം നൽകുന്നവനാണ്, വതഖ്രിഉൽ ലൈഫ്, അതിഥിയെ ആദരിക്കുന്നവനാണ്. ഇങ്ങനെ ഒരു ഭർത്താവിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ വാക്കുകൾ കൊണ്ടായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് വെച്ചത്. പ്രവാചകനിൽ ആദ്യമായി വിശ്വസിച്ചത് ഖദീജയായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും ആദ്യമായി സമ്പത്ത് ചെലവഴിച്ചത് ഖദീജയാണ്. പ്രവാചകന്റെ പിന്നിൽ നിന്ന് ആദ്യമായി നമസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ ചരിത്രങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിന് വല്ലാത്ത കൺകുളിർമ നൽകുന്ന ചരിത്രമാണ് ഖദീജയിൽ നിന്നുണ്ടായിരിക്കുന്നത്. തീർന്നില്ല, ഷൈബ് അബൂ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അവിടെ ഉണ്ടായിരുന്ന മക്ക മുശ്രിക്കീങ്ങളായ ആളുകളുടെ പ്രമാണിമാർ പ്രവാചകനെയും കുടുംബത്തെയും ഉപരോധിച്ച, പ്രവാചകനെയും അനുചരന്മാരെയും ഉപരോധിച്ച ചരിത്രം രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. 3 വർഷം എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം. മലഞ്ചെരുവിൽ ജീവിക്കേണ്ടി വന്നു, ആരും ഭക്ഷണം കൊടുത്തില്ല, മറ്റു കാര്യങ്ങളെല്ലാം ഉപരോധിച്ചപ്പോൾ
പ്രവാചകന്റെ കൂടെ അന്നുണ്ടായിരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. പ്രവാചകന്റെ മക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതെന്തൊരു ജീവിതമാണ്, ഞാൻ എത്ര സുഭിക്ഷതയിൽ ജീവിച്ചതാണ്, ഞാൻ ഖുവൈലിദിന്റെ മകളാണ്, മക്കയിലെ കോടീശ്വരനായ ഖുവൈലിദിന്റെ മകളായി ഏറ്റവും മനോഹരമായ സമ്പത്തിന്റെ നിറവിലാണ് ഞാൻ ജീവിച്ചത്, ഇതൊന്നും ശരിയാവില്ല എന്ന് ഒരിക്കൽ പോലും ഖദീജ പറഞ്ഞില്ല. ഇതെന്താ ഇങ്ങനെ എന്ന് ഇതൊരിക്കൽ പോലും ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. തന്റെ മക്കളെ ചേർത്ത് വെച്ച്, പ്രവാചകനെയും ചേർത്ത് വെച്ച്, ആ ഉപരോധത്തിൽ പോലും പ്രവാചകന് ഏറ്റവും താങ്ങും തണലുമായത് ഖദീജയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് പെണ്ണ്, ഇതായിരിക്കണം ഭാര്യ, ഇതായിരിക്കണം ഭാര്യയായി സെലക്ട് ചെയ്യേണ്ടതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് എത്ര മനോഹരമായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. സമ്മിലൂനിയ ഖദീജ എന്ന ചരിത്രം കേൾക്കാത്തവരായിട്ട് ആരാണുള്ളത്? പക്ഷേ ജീവിതത്തിൽ അങ്ങനെയൊരു പെണ്ണുണ്ടാവാൻ, അങ്ങനെയൊരു ഭാര്യയുണ്ടാവാൻ, അങ്ങനെയൊരു നമ്മുടെ കുട്ടിയുടെ ഒരു ഉമ്മയുണ്ടാവാൻ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. തളിപ്പറമ്പിന്റെ ഉള്ളിൽ പോലും എത്രയെത്ര ദാമ്പത്യമാണ് തകർന്ന് തരിപ്പണമാകുന്നത്, എത്ര മാതാപിതാക്കളും മക്കളുമാണ് തകർന്ന് തരിപ്പണമാകുന്നത്, എത്ര ബന്ധങ്ങളാണ് തകർന്ന് തരിപ്പണമാകുന്നത്. എന്താണ് അതിന് കാരണമെന്നറിയുമോ? പടച്ച റബ്ബിന്റെ മാർഗദർശനം പിൻപറ്റാത്തത് കൊണ്ടാണ്. പറയുകയാണ്, ചരിത്രം രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോഴും ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മനോഹരമായി ഒപ്പിയെടുത്ത് മാറ്റാൻ, പ്രവാചകനെ ചേർത്ത് വെക്കാൻ, ഭർത്താവിന് മനോഹരമായി അവരെ സ്വാന്തനം നൽകാൻ ഖദീജ റളിയല്ലാഹു അൻഹയിലൂടെയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന് ആശ്വാസം നൽകിയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് മരണാസന്നമായി കിടക്കുമ്പോൾ ഖദീജയുടെ അടുക്കലേക്ക് പ്രവാചകൻ പോകുന്നുണ്ട്. പ്രവാചകനോട് ഖദീജ പറയുന്നത്, പ്രവാചകരെ, അള്ളാഹു താങ്കൾക്ക് നല്ല ഭാര്യമാരെ നൽകട്ടെ, അള്ളാഹു താങ്കൾക്ക് നല്ല മക്കളെ നൽകട്ടെ എന്ന അവസാനത്തിൽ പോലും പ്രവാചകനെ ചേർത്ത് വെച്ച് പറഞ്ഞ മറുപടിയായിരുന്നു ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് ദിവസങ്ങളോളം പ്രവാചകന്റെ വീട്ടിന്റെ മൂലയിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏങ്ങി ഏങ്ങി കരഞ്ഞു നിന്നു. എന്റെ ഖദീജ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏങ്ങി ഏങ്ങി കരയുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹാദിഹി ഖദീജ ഖദ് അതത് മഅഹാ ഇനാഉ ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബുൻ. ഇദാ പ്രവാചകരെ, ഖദീജ താങ്കളുടെ അടുക്കലേക്ക് വരികയാണ്. അവരുടെ കൈവശം കറികളും ഭക്ഷണങ്ങളും അതടങ്ങിയ പാത്രങ്ങളുമായിട്ടാണ് ഖദീജ വരുന്നത്. ഫഇദാ ഹിയ അതതക ഫഖറഹാ അലൈഹസ്സലാം മിൻ റബ്ബിഹാ വബിന്നി. ഖദീജയോട് പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം, അല്ലാഹു ഖദീജയോട് സലാം പറഞ്ഞിരിക്കുന്നു, ഞാനും ഖദീജയോട് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് ഖദീജയോട് പറയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറയുകയാണ്. വബശ്ശിർഹാ, ഖദീജക്ക് സന്തോഷ വാർത്ത അറിയിക്കണം, ബിബൈതി ഫിൽ ജന്ന മിൻ ഖസബ്, മുത്തുകൊണ്ടുള്ള മനോഹരമായ കൊട്ടാരം സ്വർഗത്തിൽ ഖദീജക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്. ലാ സഖബ ഫീഹി വലാ നസബ്, ഇല്ല, ഒരിക്കലും അവിടെ ഇനി ഖദീജക്ക് ക്ലേശമില്ല, അവിടെ വെച്ചുകൊണ്ടൊരു പ്രയാസവും പ്രതിസന്ധിയും ഖദീജക്കില്ല എന്ന സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ ഏതൊരു ഭാഗത്തും ഒരു ഭാര്യ എന്ന നിലയിൽ നൽകേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട് എങ്കിൽ
ജീവിതത്തിന് എവിടെയെങ്കിലും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പെണ്ണുണ്ട് എങ്കിൽ അത് ഖദീജയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ഗൗരവമായി ചിന്തിക്കണം. രക്ഷിതാക്കൾ എന്ന നിലയിൽ അവരുടെ മക്കൾക്ക്, അവരുടെ പെൺകുട്ടികൾക്ക് ഭർത്താവിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ട് ചെയ്യുന്നതിന്റെ മാതൃക എന്താണ് എന്ന് ഗൗരവമായി പരിശോധിക്കണം. തന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് എന്റെ ജീവിതത്തിന്റെ മാതൃക എന്താണ് എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ ഏത് സ്ഥലത്ത് സുഖമുണ്ടായാലും, ഏത് സ്ഥലത്ത് സന്തോഷകരമായ അവസ്ഥയുണ്ടായി കഴിഞ്ഞാലും തന്റെ കുടുംബ ജീവിതത്തിന്റെ ഉള്ളറകളിലെ ഏറ്റവും മനോഹരമായ ആ ബന്ധമാകുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ ഉള്ളിൽ മാതാപിതാക്കൾ മക്കളെന്ന അതിന്റെ ഏറ്റവും മനോഹരമായ ആ അവസ്ഥയിൽ വിള്ളലുകൾ സംഭവിച്ചാൽ എന്തിനാ കൊട്ടാരം പോലെയുള്ള വീട്, എന്തിനാ ബിസിനസ്, എന്തിനാ മനോഹരമായ വാഹനങ്ങൾ, എന്താണുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അതിന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനകൾ പറയുന്ന, അവരുടെ സ്വഭാവം പറയുന്ന ഭാഗത്ത് കാണാം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടിമകൾ പ്രാർത്ഥിക്കുകയാണ്. ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാകുന്നു. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ആരാണ് ഇവിടെയുള്ളത്? ജീവിതത്തിൽ എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാനെന്ന ഭർത്താവിനെ കൊണ്ട് എന്റെ ഭാര്യയ്ക്ക് കൺകുളിർമ നൽകുന്ന ഏതെങ്കിലും മനോഹരമായ ഒരു സമയം അവർക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ടോ? അവർക്ക് സന്തോഷിക്കുന്ന മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സ്ത്രീകളോടും മുഴുവൻ ഭാര്യമാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, ജീവിതത്തിൽ എന്തെങ്കിലും തന്റെ ഭർത്താവിന് വേണ്ടി, ആ ഭർത്താവിന് കൺകുളിർമ നൽകുന്ന മനോഹരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ നൽകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതേപോലെ മക്കളെന്ന നിലയിൽ, മാതാപിതാക്കൾ എന്ന നിലയിൽ തന്നെ പോറ്റി വളർത്തിയ തന്റെ മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന, സന്തോഷം നൽകുന്ന, അവർ സന്തോഷത്തോടുകൂടി കണ്ണിങ്ങനെ നിറഞ്ഞു കവിയുന്ന മനോഹരമായ സന്തോഷകരമായ മുഹൂർത്തം മക്കളെന്ന നിലയിൽ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബേ, എന്റെ ഇണകളിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്ന് എനിക്ക് ഖുർറത അയുൻ, കൺകുളിർമ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാകുന്നു എന്ന് ഇബാദുർ റഹ്മാനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇബാദുർ റഹ്മാനല്ലേ? അള്ളാഹുവിന്റെ അടിമകളല്ലേ? വിശ്വാസികളായ ആളുകളല്ലേ? പടച്ച റബ്ബിനെ തിരിച്ചറിഞ്ഞവരല്ലേ? ഖുർആൻ പാരായണം ചെയ്യുന്നവരല്ലേ? നാളെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ? ഈ ആയത്തൊക്കെ വെച്ചും ഈ പ്രാർത്ഥനയൊക്കെ വെച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഗൗരവമായി പരിശോധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹീറോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. നമ്മുടെ ഹീറോ ഖദീജയല്ല, ആയിഷ ബീവിയല്ല, അബൂബക്കറല്ല, ഉമറല്ല, ഉസ്മാനല്ല, അലിയല്ല. നമ്മുടെ ജീവിതത്തിന്റെ അബ്രമാടികൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അധാർമികതയിൽ ജീവിക്കുന്നവരെ ഹീറോ ആക്കി ജീവിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതം അസമാധാനത്തിന്റെ ഒരു വലിയ കൊട്ടയായിട്ട് മാറിയത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. 94 വയസ്സുള്ള ഒരു ഭർത്താവ്, 94 വയസ്സുള്ള ഒരു ഭർത്താവ്, തന്റെ ഭാര്യ മരണപ്പെട്ടു. 86 വയസ്സ് പ്രായമുണ്ട് ഭാര്യക്ക്. വർഷങ്ങളോളം കിടപ്പിലാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തിട്ട് വർഷങ്ങളായിട്ടുണ്ട്. തന്റെ കട്ടിലിന്റെ തൊട്ടടുത്ത കട്ടിലിൽ വർഷങ്ങളോളമായി കിടന്ന ഭാര്യ മരണപ്പെട്ടു.
മരണപ്പെട്ട് കഫം ചെയ്ത് ആ ഭാര്യയുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആ ഭർത്താവ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ ഭർത്താവ് ആ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ വാചകമുണ്ട്, എന്നെ തനിച്ചാക്കി അവൾ പോയി എന്നാണ്. എന്നെ തനിച്ചാക്കി അവൾ പോയി, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നാണ്. 8 മക്കളുണ്ടവർക്ക്. 8 മക്കളിൽ ധാരാളം പേരക്കുട്ടികളുണ്ടവർക്ക്. വലിയ വീട്ടിലാണ് അവർ ജീവിക്കുന്നത്. സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു കുടുംബത്തിലുള്ള ആ ഉപ്പ പറയാണ്, ആ ഭർത്താവ് പറയാണ്, എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് അവൾ പോയി എന്നാണ്. എന്തുകൊണ്ട് സഹോദരങ്ങളെ? ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ബന്ധമാണ്. അതിനൊക്കെ വലിയ മധുരമുണ്ട്, അതിനൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. പക്ഷേ അറിഞ്ഞൊക്കെ ജീവിക്കണം, മനസ്സിലാക്കിയിട്ട് ജീവിക്കണം. ഇതുപോലെ മാതാപിതാക്കളും മക്കളും എന്ന നിലയിലൊക്കെയും വലിയ മാർഗദർശനമാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. ഉപ്പക്കും ഉമ്മക്കും കൺകുളിർമ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇന്നത്തെ ആധുനിക സമൂഹം മാറിയിരിക്കുകയാണ്. അവർ വിവാഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയിട്ടുണ്ട്, അവരുടെ ചിന്താഗതികളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകം എന്നറിയോ? ഖദീജയുമായി ബന്ധപ്പെട്ടും പ്രവാചകന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ ചരിത്രങ്ങളൊക്കെ കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞത്, ഞാൻ കല്യാണം കഴിക്കുമ്പം സൗന്ദര്യത്തിന് കുറച്ച് പ്രാധാന്യം കൊടുത്തു, അവരുടെ ദീന് ഞാൻ നോക്കിയില്ല, അവരുടെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല, നല്ല സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു നാം, കല്യാണം കഴിച്ചു. ജീവിതത്തിൽ 100% പോലും 100% പോലും ദാമ്പത്യത്തിന്റെ മധുരം ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുവെങ്കിൽ നമ്മളൊക്കെ ആലോചിക്കൽ നല്ലതാണ്. ഏത് മേഖലയിലും രാവിലെ എഴുന്നേൽക്കുന്നത് രാത്രി കിടന്നുറങ്ങുന്നത് വരെ, ജനനം മുതൽ മരണം വരെ അള്ളാഹുവിന്റെ മാർഗദർശനം മനോഹരമായി ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ആയത്തുകൾ പാരായണം ചെയ്യണം. ഓരോ ആയത്തുകളിലൂടെ നമ്മൾ പ്രവേശിക്കണം. എന്നിട്ട് പടച്ച റബ്ബ് എന്നോട് സംസാരിക്കുകയാണ്, നീ ഇങ്ങനെ ജീവിക്കണം, നീ ഇങ്ങനെ ജീവിക്കാൻ പാടില്ല, ഇതാണ് സത്യം, ഇതാണ് അസത്യം, നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇങ്ങനെ പെരുമാറാൻ പാടില്ല, ഇങ്ങനെയാണ് സമ്പത്ത് നീ ചെലവഴിക്കേണ്ടത്, സമ്പത്ത് നീ ശേഖരിക്കുമ്പോ ഈ രീതിയിൽ ശേഖരിക്കണം എന്ന് തുടങ്ങി 23 വർഷം പ്രവാചകന്റെ ജീവിതത്തെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രവാചകൻ ഏത് DJ പാർട്ടിക്കാണ് പോയത്? പ്രവാചകൻ എവിടെയാണ് ഡാൻസ് കളിക്കാൻ പോയത്? പ്രവാചകൻ അടിച്ചു പൊളിക്കാൻ എവിടെയാണ് പോയത്? 23 വർഷക്കാലം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും എങ്ങനെയാണ് സമാധാനപരമായി ജീവിക്കേണ്ടത് എന്ന മനോഹരമായ മാതൃകയാണ് 23 വർഷങ്ങൾ കൊണ്ട്. അല്ലേ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എന്റെ ഉമ്മത്തെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയായിരുന്നു മുഴുവൻ സെക്കൻഡുകളും നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. ആ പ്രവാചകനെ ആയിരിക്കണം മാതൃകയാക്കേണ്ടത്. എല്ലാ നിലയിലും ആ ജീവിതത്തെ മാതൃകയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനും ഹദീസും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടാവുകയുള്ളൂ, നല്ല സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കുകയുള്ളൂ എന്ന കൃത്യമായ ചിന്തയും ബോധവും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനും ഹദീസും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ, അങ്ങനെ പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോടും വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, അസൂയയില്ലാതെ പരസ്പരം സ്നേഹിച്ചും വിട്ടുവീഴ്ച ചെയ്തും വിശാലത കാണിച്ചും തോറ്റുകൊടുക്കേണ്ട സ്ഥലത്ത് തോറ്റുകൊടുത്തും ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിർഭയത്വമുള്ള ഒരവസ്ഥയിലേക്ക്
ഇന്ത്യ രാജ്യവും സമൂഹവും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ അള്ളാഹു നമുക്ക് വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന പലരും മുസ്ലിമീങ്ങളായ ആളുകൾ പല രാജ്യത്തും നമ്മൾ അറിയാതെ, നമ്മൾ പലതും കേൾക്കാതെ വലിയ പ്രതിസന്ധിയിൽ ജീവിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സന്തോഷങ്ങൾ നൽകി അവസാനം മരണപ്പെടുമ്പോൾ നല്ല മനുഷ്യനായിരുന്നു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ധന്യമായ ഒരു ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.